ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ഉൾപ്പെടുന്ന പോക്സോ കേസുകൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡൽഹി ഹൈക്കോടതി. നിയമപ്രകാരം ഇരയായി കണക്കാക്കപ്പെടുന്ന വ്യക്തിക്ക് യഥാർത്ഥത്തിൽ യാതൊരു വിധത്തിലുള്ള ദോഷവും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന കേസുകളിലാണ് കോടതിയുടെ ഈ നിർണായക ഇടപെടൽ. ജസ്റ്റിസ് അനൂപ് ജയറാം ഭംബാനിയുടെ അധ്യക്ഷതയിലുള്ള സിംഗിൾ ബെഞ്ചാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. 18 വയസ്സ് തികയാറായ പെൺകുട്ടികളും അവരുമായി ചെറിയ പ്രായവ്യത്യാസം മാത്രമുള്ള യുവാക്കളും തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളുടെ പേരിലാണ് പലപ്പോഴും ഇത്തരം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. ഭൂരിഭാഗം കേസുകളിലും ഇവർ പിന്നീട് വിവാഹിതരാകുകയും അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കാൻ ഇര സമ്മതിക്കുകയാണെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ കോടതികൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇര സ്വന്തം ഇഷ്ടപ്രകാരമാണോ തീരുമാനമെടുത്തത്, അതോ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിനോ വഞ്ചനയ്ക്കോ വിധേയമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കേസിന്റെ തുടക്കം മുതൽ ഇര ഒരേ നിലപാടാണോ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഉറപ്പാക്കണം. ഇരുവർക്കുമിടയിൽ നടന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. കേസ് റദ്ദാക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന വിവാഹത്തിലോ മറ്റ് ക്രമീകരണങ്ങളിലോ കോടതിക്ക് പൂർണ്ണ വിശ്വാസം തോന്നേണ്ടതുണ്ട്. കക്ഷികൾ ഒരു കുടുംബമായി എത്ര കാലമായി ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്നും കേസ് റദ്ദാക്കാതിരിക്കുന്നത് അവരുടെ കുട്ടികളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും പരിശോധിക്കണം. പ്രതി ഇരയോട് എന്തെങ്കിലും തരത്തിലുള്ള ക്രൂരതയോ അക്രമമോ കാണിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. സംഭവം നടക്കുമ്പോൾ ഇരുവരുടെയും പ്രായം എത്രയായിരുന്നു എന്നും പ്രായവ്യത്യാസത്തിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്നും പരിഗണിക്കണം. 17കാരിയായ പെൺകുട്ടിയും 22കാരനായ യുവാവും തമ്മിലുണ്ടായ ബന്ധത്തിൽ കുഞ്ഞുണ്ടായതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതി ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. സിഖ് ആചാരപ്രകാരം വിവാഹിതരായ ഇവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുകയാണെന്ന് കോടതി കണ്ടെത്തി. പെൺകുട്ടിയുടെ പരാതിയിലായിരുന്നില്ല, മറിച്ച് പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. നിയമം പ്രായപൂർത്തിയാകാത്തവരുടെ സമ്മതത്തെ അംഗീകരിക്കുന്നില്ലെങ്കിലും യാതൊരു ദോഷവും സംഭവിക്കാത്ത നിരവധി കൗമാര ബന്ധങ്ങൾ സമൂഹത്തിലുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം കേസുകളിൽ നിയമത്തിന്റെ കർശനമായ വ്യാഖ്യാനത്തെക്കാൾ ഇരയുടെയും അവരുടെ കുട്ടികളുടെയും നല്ല ഭാവിയായിരിക്കണം കോടതികൾ മുൻഗണന നൽകേണ്ടതെന്നും, എന്നാൽ ഈ ഇളവുകൾ യഥാർത്ഥ കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് കർശനമായി ഉറപ്പുവരുത്തണമെന്നും ഡൽഹി ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.